സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. 2 മണിക്കാണ് കേസ് പരിഗണിക്കുക. മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുൾ റഹീമും കുടുംബവും. നിയമസഹായ സമിതിയുമൊക്കെ. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും കോഴിക്കോട് ഫറോക്കിലെ വീട്ടിൽ നിന്നും മിഥില ബാലനും കൂടുതൽ വിവരങ്ങൾ നൽകും. ജലീൽ, എപ്പോഴാണ് കേസ് പരിഗണിക്കുക? 2 മണി, ഇന്ത്യൻ സമയം 2 മണി എന്നറിയുന്നു. ഇന്നത്തെ കോടതി നടപടികളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും അതിൽ പരിഗണനാ വിഷയമായി വരിക? നേരത്തെ 2 തവണ മാറ്റിവെച്ചതാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇന്നെങ്കിലും മോചന ഉത്തരവ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും നിയമസഹായ സമിതിയുമെല്ലാം. റിയാദിലെ ക്രിമിനൽ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് രാവിലെ അല്പസമയത്തിന് ശേഷം സൗദി സമയം 11:30 ഇന്ത്യൻ സമയം 2 മണിയോടെയാണ് കേസ് പരിഗണിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് കേസ് പരിഗണിക്കുക. ഈ സമയത്ത് അബ്ദുറഹീമും അഭിഭാഷകനുമെല്ലാം കോടതിയിൽ ഹാജരാകും, ഓൺലൈൻ വഴി ഹാജരാകും. അതോടൊപ്പം തന്നെ അബ്ദുറഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയും എംബസി പ്രതിനിധിയുമെല്ലാം അവരെ കൂടെ ഉണ്ടാകും. ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പലതവണ ഈ കേസ് നീട്ടിവെച്ചിരുന്നു. ഈ മാസം ഡിസംബർ 12 ഈ കേസ് പരിഗണിക്കുമെന്ന് കോടതിയെ അറിയിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നം കാരണം കേസ് ഇന്നത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു. അബ്ദുറഹീമിന്റെ മാത്രമല്ല, ഈ മാസം 12 പരിഗണിക്കേണ്ട എല്ലാ കേസുകളും കോടതി ആ സമയത്ത് നീട്ടിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 2 അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നു. എന്നാൽ മോചനം ഇതുവരെ സാധ്യമായിട്ടില്ല. പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതാണ് ഇതിന് കാരണം എന്നാണ് കരുതുന്നത്. ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ മറ്റു തടസ്സങ്ങളൊന്നും കാണുന്നില്ല. മോചന ഉത്തരവ് ഇന്ന് ഉണ്ടാകുകയാണെങ്കിൽ റിയാദ് ഗവർണറേറ്റിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട് അബ്ദുറഹീമിന്റെ നാട്ടിലേക്ക് മടങ്ങാൻ. നാട്ടിലേക്ക് മടങ്ങുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിനാവശ്യമായ യാത്രാ രേഖകളെല്ലാം ഇന്ത്യൻ എംബസി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. 2006 അബ്ദുറഹീം സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിലാകുന്നത്. 18 വർഷമായി റിയാദിലെ ജയിലിൽ തുടരുകയാണ്. 15 മില്യൺ റിയാൽ നഷ്ടപരിഹാരം ഈ കുടുംബം, സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട 15 മില്യൺ റിയാൽ നഷ്ടപരിഹാരം മലയാളികൾ സ്വരൂപിച്ച് നൽകുകയായിരുന്നു. ഇതിന് ശേഷമാണ് ഈ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകിയതും അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയതും. ഇനി മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. വിജയകുമാർ. യെസ്, ജലീലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഫറോക്കിലെ വീട്ടിൽ നിന്നാണ് മിഥില ബാലൻ ചേരുന്നത്. മിഥില, നേരത്തെ ജലീൽ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. നേരത്തെ പലതവണ കേസ് മാറ്റിവെച്ചതാണ്. അപ്പോൾ ഇന്ന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഒരു അനുകൂല ഉത്തരവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ഒരു അനുകൂല ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഇത് 4ാമത്തെ തവണയാണ് ഈ കേസ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത്. എനിക്കൊപ്പം റഹീമിന്റെ സഹോദരൻ ചേരുന്നുണ്ട്, നസീർ. എന്താണ് ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് ഇപ്പം കേസ് എടുക്കുന്നത്? ഇന്നിപ്പോൾ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 12-നായിരുന്നു ലാസ്റ്റ് വിളിച്ചിരുന്നത്. പിന്നെ അന്ന് സാങ്കേതിക കാരണം പറഞ്ഞിട്ട് നീട്ടിവെച്ചു. അപ്പോൾ ഇന്ന് കേസ് ഒരു പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യാണ്. റിലീസ് ഓർഡർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കുടുംബം നിൽക്കുന്നത്. 18 വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. അതെ, എന്താ ചെയ്യുക, ഓരോ കേസ് എടുക്കുമ്പോഴും നല്ല പ്രതീക്ഷയാണ്. പക്ഷേ അവിടുത്തെ കേസ് അവിടുന്ന് വിവരം കിട്ടുമ്പോൾ നീട്ടി വെച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ആകെ അന്നത്തെ ഡേ പോവുകയാണ്. ഇപ്പോൾ ഇന്നത്തെ നല്ലൊരു അറിയിപ്പ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യാം. ഇതാണ് വിജയകുമാർ കുടുംബത്തിന് പറയാനുള്ളത്. വലിയ പ്രതീക്ഷയിലാണ് അവരുള്ളത്. അല്പസമയം മുമ്പ് വീട്ടിൽ കയറി റഹീമിന്റെ മാതാവിനെ കണ്ടിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം, ഇക്കാര്യത്തിൽ തീരുമാനമാകാതെ ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല. താൻ ഇന്നിപ്പോൾ എന്താണ് ഉത്തരവ് വരുന്നത്? ഒരു അനുകൂല ഉത്തരവാണെങ്കിൽ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരും, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തൻ്റെ മകനൊപ്പം മാത്രമേ താൻ ഇനി മീഡിയയെ കാണുള്ളൂ എന്നും അവർ പറയുകയുണ്ടായി. എന്തിനാലും വലിയൊരു പ്രതീക്ഷ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 18 വർഷം ജയിലിൽ കഴിയുകയായിരുന്നു. അതിനിടയിൽ ഉമ്മ കഴിഞ്ഞ ദിവസം ജയിലിൽ പോയി മകനെ കണ്ടതാണ്. ആ മകനെ കണ്ടതിന് ശേഷം ആ മകൻ്റെ മുഖം മാത്രമാണ് തൻ്റെ മനസ്സിലുള്ളതെന്ന് അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തിപരമായി അവർ പറയുകയുണ്ടായി. അവരുടെ ആ ഒരു ദുഃഖം, ഇത്ര കാലം നമ്മൾ കണ്ട ഒരു കണ്ണുനീർ ചെറുപുഞ്ചിരിയായി മാറട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. വിജയകുമാർ. ശരി മിഥില, എന്തായാലും 2 മണിക്ക് ഇന്ത്യൻ സമയം 2 മണി ആ സമയത്താണ് ഈ കേസ് പരിഗണിക്കുന്നത്. മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഒരു അനുകൂല ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും.